ഒരു പയലിൽ നിന്ന് പഠിപ്പിക്കണ സാറിന്റെ മുന്നിൽ നിന്ന് ചീറണ ചീറക്കങ്ങള്. യവന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണ് യവൻ സാറിനെ പുറത്തിറങ്ങിയ കുത്തി മലത്തിക്കളയെന്ന് അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തണത്. യവന്റെ തള്ളയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അടുത്ത് നിന്ന് അവര് കിലുകില വിറയ്ക്കണത്. ഇവൻ ഇതിന്റെ ബാക്കിയായിരിക്കും അവരുടെ കുടുംബത്ത് കടന്ന് കാണിക്കണത്. ഇത് ഒന്നും പോരാഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം വെളി വന്ന് നമ്മളെല്ലാം അറിഞ്ഞല്ല. അപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വെറും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അങ്ങ് ഇറങ്ങിയില്ലേ? ചേർത്ത് പിടിക്കണം കുഞ്ഞിനെ. എവിടത്തെ കുഞ്ഞ്? 14 വയസ്സുള്ള ഇതുപോലെ ഒരുത്തനല്ലേ 31 വയസ്സുള്ള ഒരുത്തനെ കുത്തി മലത്തിയത്? ഒരു പെങ്കൊച്ചിന് ഗർഭം ഉണ്ടാക്കിയതും കൂടെ പറഞ്ഞ ഒരു 14 വയസ്സുള്ള ഒരുത്തനായിരുന്നു. കാണിക്കണത് എന്തരാണെന്നല്ല, കുഞ്ഞല്ലേ, കൊച്ചല്ലേ, എന്തൊരു കുഞ്ഞ്. ഒരു കുഞ്ഞ് പറയേണ്ട വർത്താനാണ് ഏവൻ കിടന്ന സാറിന്റെ മുന്നിൽ പറഞ്ഞത്. അപ്പോ കവിതയാണ് എഴുതി തള്ളണത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കോടിയ വാക്കുകളൊക്കെയാണ് എന്റെ കൈ ഇരിക്കണത്. ഉന്നത വിദ്യാഭ്യാസമാണ് എന്റെ കൈ ഇരിക്കണതെന്ന് നാട്ടുകാരെ കാണിക്കാനാണെന്നറിഞ്ഞില്ല. എന്റെ അപ്പി നമുക്കൊന്നും മനസ്സിലായില്ലേ അത് കണ്ടിട്ട്? എന്തരായിരുന്നു? കണ്ണും കാണൂലല്ല പുല്ല്. എന്തൊരു പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ +2 പഠിക്കണ ഒരു കുട്ടിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരിച്ച് പ്രചരിപ്പിക്കുന്ന മുതിർന്നവരോട് ഉള്ളിൽ അഗ്നിപർവ്വതവും പേരെ ജീവിക്കേണ്ടി വരുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആരാണ് അതിന് കാരണക്കാര്? ആ കുഞ്ഞുങ്ങളാണോ എന്ന്? അല്ല, നാട്ടുകാരാണ് അതിന് കാരണക്കാര്. എവരുടെയൊക്കെ ഉള്ളിൽ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാരണം നാട്ടുകാര്. സർക്കാരിനൊന്നും അതിൽ പങ്കില്ല. ഈ പറഞ്ഞ എവന്റെ കാര്യത്തിൽ എന്തൊരു അവന്റെ ഉള്ളിൽ കടന്ന് പൊട്ടിത്തെറിക്കാൻ? എവൻ 16 വയസ്സുള്ളപ്പോഴേ ബാഗില് ഈ സ്കൂളിലോട്ട് ഇത്രയും വലിയ ഫോണും വെച്ച് കൊടുത്ത വീട്ടുകാരെ എന്തൊരു പറയണം? എവന്റെ തന്ത വിദേശത്തോ മറ്റോ ആണെന്നല്ലേ പറയണത്. അവിടെ കിടന്ന് രൂപ ഉണ്ടാക്കുന്നത് മോൻ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണോ? തള്ളയ്ക്ക് മോനെ നിയന്ത്രിക്കാൻ പറ്റാതെ അടുത്ത് നിന്ന് കിലുകില വിറയ്ക്കുന്നു. ആ ഹെഡ് മാസ്റ്റർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലാ, ഇവ എന്തെങ്കിലും എടുത്ത് കുത്തി കയറ്റി കൊടുത്തിരുന്നെങ്കിലാ, അയാളുടെ ജീവൻ എങ്ങാനും പോയിരുന്നെങ്കിൽ എന്തൊരു പറഞ്ഞാലും നിങ്ങൾ അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊരു ധിക്കാരം കാണിച്ചാലും അതിനെല്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണ ഒരു സർക്കാർ. സാംസ്കാരിക മന്ത്രിയല്ലേ എന്ന് പറഞ്ഞത് MT വാസുദേവൻ നായർ ബീഡി വലിക്കുമായിരുന്നല്ല. ഞാനും ജയിലിൽ കടന്ന് ഇഷ്ടം പോലെ ബീഡി പോയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രതിഭയുടെ ഒരു പുകയെടുത്തതിൽ എന്തൊരു തെറ്റ്? അതൊക്കെ നിസ്സാരമാണ്. വിനായകൻ തായി ഇപ്പൊ തുണി ഉരിഞ്ഞാടുന്നു. യവൻ കിടന്ന് ഉള്ള പോക്കൃത്തരമൊക്കെ കാണിച്ചപ്പോൾ ഈ ടീച്ചറിയാൻ എന്തരാണ് പറഞ്ഞത്? സാംസ്കാരിക വകുപ്പാണ് എന്തൊരു പറഞ്ഞത്? യവൻ കലാകാരനല്ലേ, ഇതൊക്കെ ഒരു കലാപ്രവർത്തനമായിട്ട് കണ്ടാൽ മതിയെന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുത്തൻ ഇത്രയും വലിയൊരു ധിക്കാരം കൊലവിളി ഒരു സ്കൂളിൽ നടത്തിയിട്ട് യവനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി നടന്നു പോയപ്പോ വഴിയിൽ നിന്ന് കൂവിയവനെ അപ്പോഴേ തൂക്കി അകത്തിട്ടല്ല. അതെന്തരാ? ശരി, യവനിങ്ങനെ കൊലവിളി നടത്തിയെന്നും പറഞ്ഞ് യവനെ തൂക്കിക്കൊല്ലണമെന്നല്ല നാട്ടുകാർ പറയണത്. യവൻ അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇനി ഒരു കൊച്ചു ഇത് ആവർത്തിക്കരുത്. അത് മാത്രമേ നാട്ടുകാർ പറയുന്നുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും അതിനകത്ത് താല്പര്യം കാണും. അതെന്തരാണെന്നൊക്കെ ചോറ് കഴിക്കണം ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. ആദ്യം ഇതിനെതിരെ റിപ്പോർട്ട് തേടുന്നെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു. പിന്നെ യവനെ സസ്പെൻഡ് ചെയ്യുന്നെന്നും പറഞ്ഞ് വാർത്തകൾ വന്നു. പിന്നെ ആ ഹെഡ് മാസ്റ്ററിന് നല്ല രീതിയിൽ വിരട്ടലോ മറ്റോ കിട്ടിയിരിക്കുന്നു. അയാൾ പറഞ്ഞ് ഇവനെ നമ്മൾ ചേർത്ത് പിടിക്കുക, യവന് കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് എന്തരാ കൊടുക്ക്? യവന് എന്ത് ശിക്ഷയാണ്? അപ്പൊ ഇതൊന്നും ഒരു തെറ്റായിട്ട് കണക്കാക്കുന്നില്ലേ? പോലീസുകാരും പറയേണ്ടത് ഇതിനെതിരെ കേസ് എടുക്കാൻ വകുപ്പില്ലെന്ന്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നാട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇനിയുള്ള പിള്ളേർക്കും ഇതൊരു മാതൃകയാണല്ല. നമ്മളെ കുഞ്ഞെന്ന് പറഞ്ഞ് മടിയിലിരുത്തി താലോലിക്കാനേ ഇവിടെ ആളുള്ളൂ. നമുക്ക് എന്തൊരു കണ്ണന്തിരി വേണമെങ്കിൽ ഇവിടെ കുഞ്ഞ് എന്നുള്ള ലൈസൻസിൽ 16 വയസ്സുള്ള യവൻ കുഞ്ഞ്. എന്നിട്ട് പറഞ്ഞു വന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കവിത. ഭഗ്നഭവനങ്ങളും സ്നേഹരഹിതമായ ചുറ്റുപാടുകളും മനസ്സിലാക്കപ്പെടാത്ത വിങ്ങലുകളും അവഗണിത ബാല്യത്തിന്റെ മുറിപ്പാടുകളും ഒക്കെ അതിന് കാരണമാകാം. എന്തൊരവഗണിത ബാല്യം പറഞ്ഞ പകുതി ആൾക്കാർക്കും ഇത് മനസ്സിലാവില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും പതിപ്പിച്ച് കണ്ടില്ലല്ല. ഒരു 31 വയസ്സുള്ള ഒരുത്തനെ 14 വയസ്സുള്ള ഒരുത്തൻ കുത്തി മലത്തിയപ്പോ നിങ്ങളൊന്നും പറയണത് കണ്ടില്ലല്ല. അത് മാത്രമല്ല, ഒരു ഒറ്റ എണ്ണം ആ അധ്യാപകന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ പറ്റി കാമാന്ന് 2 അക്ഷരങ്ങൾ മിണ്ടിയിട്ടില്ല. ഇപ്പൊ പിള്ളേരെ പേടിച്ച് സ്കൂളിൽ ചെന്ന് നിന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകരുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്ക്. അത് മാത്രമല്ല, 16 വയസ്സുള്ള ഒരു പയ്യലിനെ അല്ലേ NSS ക്യാമ്പിൽ നിന്ന് ഇവരാളില്ലാത്തതിന് ജില്ലാ സമ്മേളനത്തിൽ പിടിച്ചുകൊണ്ട് പോയത്. അന്നൊന്നും കുഞ്ഞിന്റെ അവകാശത്തെക്കുറിച്ചും കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചും ഒന്നും എഴുതി തള്ളണത് കണ്ടില്ലല്ല. അധ്യാപകരെയാണ് വിമർശിക്കണത്. അവരിങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോ തന്നെ അവൻ നിന്ന് പറയണത് എന്നെ മെന്റല് ടോർച്ചറാ, എന്തരാ ടോർച്ച ലൈറ്റ്, എന്തരാ ചെയ്തതിന് ഞാൻ കേസ് കൊടുക്കുക എന്നൊക്കെ അവൻ നിന്ന് പറയണത്. ഈ പിള്ളേർക്കും വരെ അറിയാം. എന്തെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞ ബാലാവകാശ കമ്മീഷനിൽ ചെന്ന് പരാതിപ്പെട്ട അധ്യാപകർക്ക് പണി കൊടുക്കാം.